എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മളിൽ പല ആൾക്കാർക്കും ഉണ്ടാകുന്ന മറ്റൊരു സംശയം, നിരവധി സംശയങ്ങൾ ഓരോ ആൾക്കാർ ചോദിക്കുമ്പോഴാണ് പുതിയ വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോൾ സമീപത്ത് ഒന്ന് രണ്ട് ആൾക്കാർ എൻ്റെ ബന്ധപ്പെട്ടിട്ട് ചോദിച്ച ഒരു സംശയത്തിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അവർ ചോദിച്ചതെന്താണെന്നറിയോ? ഈ അച്ഛനും അമ്മയും ഒക്കെ അല്ലെങ്കിൽ അവരുടെ മുത്തച്ഛനോ മുത്തശ്ശിയോ ഒക്കെ ചെയ്തു വരുന്ന ഉപാസനകൾ മക്കൾ പിന്തുടരണമോ എന്നാണ് ചോദ്യം. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കൃത്യമായിട്ടൊരു ഉപാസന ചെയ്യുന്നൊരു വ്യക്തിയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും ദേവിയെ ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേവന്മാരെ ആവാം, കൃത്യമായിട്ട് ഉപാസന ചെയ്യുന്നു. അതിന് വേണ്ടുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്ത് ഞാൻ അതിനെ ഉപാസിക്കുന്നതാണെന്നിരിക്കട്ടെ, കൃത്യമായിട്ട് നിത്യേന നിയമേന ചെയ്യുന്നതാണെന്നിരിക്കട്ടെ. അങ്ങനെ ഞാൻ ചെയ്യുന്ന ആ കർമ്മം എൻ്റെ മക്കൾ പിന്തുടരണമെന്നുണ്ടോ എന്നാണ് ചോദ്യം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സംശയം ഒട്ടുമിക്ക ആൾക്കാർക്കുമുണ്ട്. അതുകൊണ്ടാണ് പലരും ഉപാസന ചെയ്യാത്തത്. അതിനൊരു പരിധി വരെ കാരണക്കാരെന്ന് പറയുന്നത് ചില ജ്യോത്സ്യന്മാരാണ്. ചില ജ്യോത്സ്യന്മാർ പറയും, നിങ്ങളുടെ വീടുകളിൽ മുമ്പ് ഇതുപോലെ ഉപാസനയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, അത് നിങ്ങൾ പിന്നീട് തുടർന്ന് വന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരം ദോഷങ്ങൾ എന്ന് പറയാറുണ്ട്. ഇത് പേടിച്ചിട്ട് ചില ആൾക്കാർ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്നത് പോലും ഭയമാണ്. കാരണം എന്താ, ഞാൻ കൃത്യമായിട്ട് നിലവിളക്ക് കൊളുത്തി തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അത് കൊളുത്താൻ പറ്റിയിട്ടെങ്കിലോ, അത് മുടങ്ങിപ്പോയാലോ, ഇനിയല്ല എൻ്റെ മക്കളത് ചെയ്തിട്ടില്ലെങ്കിലോ. അതുകൊണ്ടാണ് നമ്മുടെ കുലദേവതകളും തറവാട്ട് ദേവതകളൊക്കെ തന്നെ ഇന്ന് നമുക്കറിയാണ്ടായിപ്പോയതും അതുകൊണ്ടാണ്. കാരണം അച്ഛനും അമ്മയും ഒക്കെ ചെയ്തു വരുന്ന കാര്യമാണ്. ഞാനത് ചെയ്തില്ല എങ്കിൽ എനിക്ക് ദോഷം, അല്ലെങ്കിൽ ഞാനത് തുടർന്ന് വന്നു, പിന്നീട് എൻ്റെ മക്കൾക്ക് അത് ദോഷം ഉണ്ടാവരുത്, എന്നോട് കൂടി അത് തീരട്ടെ എന്ന് ചെറിയ ആൾക്കാർ പറയുന്നുണ്ടാവും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ ഭക്ഷണം കഴിച്ചാലാണ് എൻ്റെ വിശപ്പടങ്ങുക. അപ്പം ഞാൻ ഇന്ന ഭക്ഷണമാണ് ഇപ്പോൾ കഴിച്ചിരിക്കുന്നത്, ഞാനിപ്പം വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണമാണ് കഴിച്ചത്, അത് തന്നെ എൻ്റെ മക്കൾ കഴിക്കണമെന്ന് എനിക്ക് ശാഠ്യം പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. അവർക്ക് യുക്തി എന്താണോ, അവർക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതവർ കഴിക്കട്ടെ. അതിനൊന്നും നമ്മൾ ഒരിക്കലും കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഞാനൊരു ഉപാസന ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ ഉപാസന എൻ്റെ മക്കൾ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങനെ നമ്മൾ ശാഠ്യം പിടിക്കേണ്ട ആവശ്യവുമില്ല. അവർക്ക് ആ ഉപാസന ചെയ്യേണ്ട സമയത്ത് അവരുടെ യുക്തി എന്താണ് ചെയ്യുന്നത്, അച്ഛനും അമ്മയും ചെയ്തത് വരുന്നത് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാം, ഇല്ലെങ്കിൽ അവരത് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? ഒരു ദോഷവുമില്ല. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയോ? ഉദാഹരണത്തിന് ഞാനാണ് ഉപാസന ചെയ്യുന്നത്. ഞാൻ ഉപാസന കർമ്മം ഏറ്റെടുക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ആ ഉപാസന വേളയിൽ ഞാൻ ആ ഉപാസന മൂർത്തിയോടൊന്ന് പറയണം. എന്താണെന്നറിയോ? അമ്മേ, അല്ലെങ്കിൽ ദേവി, അല്ലെങ്കിൽ ഭഗവാനെ, ഞാൻ എനിക്കാവുന്ന കാലത്ത് മാത്രമേ ഈ കർമ്മം ചെയ്യുകയുള്ളൂ. അല്ലാതെ എനിക്ക് ശേഷവും എൻ്റെ മക്കളോ മറ്റുള്ളവരോ ഇത് പിന്തുടർന്നില്ലെങ്കിൽ അതിലൊരു മുഷിച്ചിലും ഉണ്ടാകല്ലേ എന്ന് നമ്മളൊരു പ്രാർത്ഥന നടത്തുന്നത് നല്ലതാണ്. എന്തിനാ? നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ദേവിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മുടെ സമാധാനത്തിന് വേണ്ടിയില്ല. ദേവി ഒരിക്കലും പറഞ്ഞിട്ടില്ല നീ ചെയ്തിട്ടില്ലെങ്കിൽ, ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിൻ്റെ മക്കൾ ചെയ്യണം, അതിനുശേഷം അവരുടെ മക്കൾ ചെയ്യണമെന്ന് ദേവി ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ആദ്യമേ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ എനിക്കാവുന്ന കാലത്ത്, ആവുന്ന കാലം എന്നാ പറഞ്ഞ്, ഞാൻ കിടപ്പിലായിപ്പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു കർമ്മം ചെയ്യാൻ പറ്റാതെ ഞാൻ സ്ഥലത്തില്ല, ഞാൻ വേറൊരു സ്ഥലത്താണുള്ളത്, ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്താ? എനിക്കാവില്ല എന്ന്. അപ്പോൾ എനിക്കാവുന്ന കാലത്ത് മാത്രമേ ഞാൻ ഈ കർമ്മം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആവാത്ത സമയത്തോ അതല്ലെങ്കിൽ ഞാൻ എൻ്റെ കാലശേഷമോ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു മുഷിച്ചലും തോന്നല്ലേ ഭഗവാനേ എന്നുള്ളൊരു പ്രാർത്ഥന നല്ലതാണ്. ഇത് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, ഈശ്വരനെ പ്രീതിപ്പെടുത്താനല്ല, അല്ലെങ്കിൽ ഈശ്വരൻ്റെ അടുത്ത് മുൻകൂർ ജാമ്യം എടുക്കുകയല്ല ചെയ്യുന്നത് എന്നർത്ഥം. എന്നാൽ അങ്ങനെ ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ പൂർവികർ ചെയ്ത കർമ്മം ഞാൻ പിന്തുടരുകയാണെങ്കിലോ അതിനനുസരിച്ച് അവർക്ക് ഗുണവും ഉണ്ടാവും. പിന്തുടർന്നില്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും ദോഷം ഉണ്ടാവില്ല. അത് ആദ്യം ഓർമ്മ വേണം.
പക്ഷെ പിന്തുടർന്നാൽ ഗുണമുണ്ടാവും. എന്താണ്? ഞാനൊരു ഉപാസന മൂർത്തിയെ വെച്ച് കൃത്യമായി ആരാധനയും പൂജയും നിവേദ്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നിരിക്കട്ടെ. എൻ്റെതായ യുക്തിക്കനുസരിച്ചാണ് ഞാൻ എൻ്റെ ദേവതയെ പ്രീതിപ്പെടുത്തുക. അല്ലാതെ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് ചെയ്യണമെന്നില്ല. മറ്റുള്ള ആൾക്കാർ പറഞ്ഞ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പറയണമെന്നൊന്നുമില്ല. എനിക്കെന്താണോ എൻ്റെ ദേവതയുമായിട്ടുള്ള ബന്ധം നമ്മൾ തമ്മിലാണ്. അപ്പോൾ എനിക്ക് യുക്തിക്കനുസരിച്ച്, എൻ്റെ സന്തോഷത്തിനനുസരിച്ച്, എൻ്റെ സംതൃപ്തിക്കനുസരിച്ച് നമുക്ക് ആ ദേവതയെ പൂജിക്കാം. അപ്പോൾ അങ്ങനെ പൂജിക്കുന്ന അവസരത്തിൽ നമ്മളിലേക്ക് വന്നു ചേരുന്ന പല ഗുണങ്ങളുണ്ടാവും. ചിലപ്പം സാമ്പത്തികമായിട്ട് ഉയർച്ച വന്നേക്കാം, നല്ലപോലെ ഐശ്വര്യം ഉണ്ടാകാം, അതുപോലെ മറ്റുള്ള ദുരിതങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടിയതായിട്ട് നമുക്ക് തോന്നാം. ഇതൊക്കെ ആ ദേവിയുടെ അല്ലെങ്കിൽ ആ ദേവതയുടെ പ്രീതി കാരണമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി നിൽക്കട്ടെ. അല്ലെങ്കിൽ ആ കൃത്യമായി കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുണം കിട്ടുമല്ലോ. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ കുടുംബത്തിന് വന്ന് ചേർന്ന് നിൽക്കട്ടെ. നമ്മുടെ കാലശേഷം നമ്മളത് ചെയ്യുന്നില്ല, നമ്മുടെ ആരും പിന്തുടരുന്നില്ല. അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ പറയുന്ന ഗുണങ്ങളുണ്ടാവുമല്ലോ, നമ്മുടെ വന്നു കഴിഞ്ഞ ഗുണങ്ങൾ, ആ ഗുണങ്ങളൊക്കെ തന്നെ തീർന്നു പോകും എന്നർത്ഥം. ഞാനാണ് ഉപാസിച്ചത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ആർജിച്ചെടുത്ത ആ കർമ്മങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ പുണ്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ചിട്ട് അത് ഇല്ലാതെയായി തീർന്ന് പൂർണ്ണമായിട്ട് ആ ഗുണമില്ലാതെയാകും. എന്നാൽ അതിൻ്റെ ദോഷം ഒരിക്കലും നമുക്കുണ്ടാകുന്നില്ല. കാരണം എന്നിലൂടെ എൻ്റെ കുടുംബത്തിന് കിട്ടിയ ഗുണം ഞാൻ ചെയ്യാത്ത കാലത്തോളം, ഞാൻ ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ആ ഗുണം ഇല്ലാതെയാകിത്തീരുന്നു. പൂർണ്ണമായിട്ടും അത് തീരും. ഞാൻ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ നല്ലപോലെ ബിസിനസ് ചെയ്ത് നല്ല സമ്പാദ്യം ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. ഈ സമ്പാദ്യം ഞാൻ ബാങ്കിലിട്ടു എന്നിരിക്കട്ടെ. അപ്പോൾ ആ സമ്പാദ്യം ഉപയോഗിച്ചാണ് എൻ്റെ കുടുംബങ്ങളെല്ലാം കഴിയുന്നത്. കാലക്രമേണ ഞാൻ ആ ബിസിനസ് അങ്ങോട്ട് നിർത്തി, ഞാൻ കിടപ്പിലായി, ഞാനത് ചെയ്യാതിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മരിച്ചുപോയി. അങ്ങനെയാകുമ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യും? ഈ ബാങ്കിലിട്ട ആ പണം ഉപയോഗിച്ച് ജീവിതം മുന്നോട്ട് നീക്കും. ശരിയാണല്ലോ. അങ്ങനെ ജീവിതം മുന്നോട്ട് നീക്കുന്ന അവസരത്തിൽ ആ പണം കൂടിക്കൂടി വരില്ലല്ലോ, കുറഞ്ഞല്ലേ വരിക. അങ്ങനെ ആ പണം കുറഞ്ഞ് വരും. ഇവർ ഒന്നും ബിസിനസ്സും കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പൂർണ്ണമായിട്ടും എന്താവും? ആ പണം തീർന്ന് പാപ്പരാകും. അവർക്ക് ആ അച്ഛൻ ചെയ്തതിൻ്റെ ഗുണം അവർക്ക് കിട്ടി, പക്ഷെ ദോഷമൊന്നുമില്ല. കാരണം എന്താ? ഇവർ ചെയ്താൽ മാത്രമേ ഇനി ഇവർക്ക് ഗുണം ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ ആ ഗുണം തീർന്നു കഴിഞ്ഞാൽ ഇവർ പിന്നെ വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അത് ദൈവത്തിൻ്റെ കോപമൊന്നുമല്ല, മറിച്ച് നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഗുണം കിട്ടിയില്ല എന്ന് മാത്രമാണ്. അപ്പോൾ അവരുടെ ആ ഖജനാവ് കാലിയാവുന്നതിനനുസരിച്ച് അവർ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നത് പോലെ അച്ഛനോ മുതുമുത്തച്ഛനോ മുത്തശ്ശിമാരൊക്കെ ആർജിച്ചെടുത്ത പുണ്യം നമ്മൾക്ക് അവിടെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട്. ഗുണങ്ങൾ, ഐശ്വര്യങ്ങൾ, ആ ഐശ്വര്യങ്ങൾ നമ്മളൊന്നും ചെയ്യാതെ മടിയന്മാരായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് കുറഞ്ഞു വരും എന്ന് മാത്രം. അതല്ലാതെ ആ കർമ്മം നിർബന്ധമായിട്ട് മക്കൾ ചെയ്യണമെന്ന് പറയുന്നത് തെറ്റാണ്. ഒരു നിർബന്ധമില്ല, അവർക്ക് വേണമെങ്കിൽ ചെയ്യാം. എൻ്റെ കാലത്തോടുകൂടി അവിടെ ഫിനിഷായി. ഞാൻ എൻ്റെ വരും തലമുറയ്ക്ക് വേണ്ടി ഒരുപാട് പുണ്യങ്ങളും ഐശ്വര്യങ്ങളും അവിടെ സംഭരിച്ച് വെച്ചിട്ടുണ്ടെന്ന് മാത്രം മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ വീട്ടിൽ എന്തെങ്കിലും തരത്തിൽ ഉപാസനയോ മറ്റു കർമ്മങ്ങളോ ചെയ്യുന്നതൊക്കെ യാതൊരു വിധത്തിലുള്ള ടെൻഷനും വേണ്ട. അയ്യോ, ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇയാളുടെ കാലശേഷം ഇത് ആരാ മുന്നോട്ട് കൊണ്ടുപോവുക? ഒരു ടെൻഷനും വേണ്ട, ഒരു വിഷമവും വേണ്ട. കാരണം അവർ ആ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് പുണ്യങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിച്ചേരും. അത് പിന്തുടർന്നിട്ടില്ല എങ്കിൽ ആ പുണ്യങ്ങൾ അവിടെ ക്ഷയിക്കുമ്പോൾ പണം നല്ലതുപോലെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയൊക്കെ പണം എടുത്ത് നമ്മൾ ചിലവഴിച്ചല്ലോ. ഇങ്ങനെ ചിലവഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പണം പൂർണ്ണമായി തീർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ദാരിദ്ര്യമായിരിക്കും. അത് പണം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ പണം ഉണ്ടാക്കാനുള്ള വഴി കണ്ടെത്തണം, ബിസിനസ് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഇവർക്ക് ഇത്തരത്തിൽ പുണ്യവും ഐശ്വര്യവും ക്ഷയിച്ചു പോയി എന്നിരിക്കട്ടെ, കാരണം ഉള്ളതെല്ലാം തീർന്നു പോയി എന്നിരിക്കട്ടെ. അപ്പോൾ അവരതിനനുസരിച്ചിട്ടുള്ള അവരുടെ യുക്തിക്കനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്നത് പോലെ യുക്തിക്കനുസരിച്ചിട്ടുള്ള ഉപാസനകൾ ചെയ്യാം. അതല്ലാതെ അവർ ചെയ്യുന്നത് തന്നെ പിന്തുടരണം എന്നുള്ളത് ഒരു നിർബന്ധവുമില്ല എന്നർത്ഥം. അതുകൊണ്ട് ഇനി ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന ഉപാസന ചെയ്യണം, ദേവിയെ പൂജിക്കണം, അല്ലെങ്കിൽ മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ഒരു കാരണത്താലാണ് ഞാൻ ഭയന്ന് നിൽക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. പൂർവികരിൽ നിന്നും നമ്മൾക്ക്
കാലാകാലങ്ങളായിട്ട് നമ്മുടെ തലമുറകളായിട്ട് നമ്മൾ ചെയ്തു വരുന്ന പല കർമ്മങ്ങളും ഇങ്ങനെയുള്ളൊരു ഭയം കാരണം അത് നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ കാവുകൾ ഉണ്ടായിരുന്നു, വീടുകളിൽ പ്രത്യേക പൂജകളും അതിൽ വെച്ചാരാധനയും ഉണ്ടായിരുന്നു. പിന്നീട് വീടുകൾ അണുകുടുംബമായപ്പോൾ നമ്മളത് നിർത്തി. കാരണം എന്താ, എനിക്ക് ശേഷം ഇതാരെങ്കിലും ചെയ്തില്ലെങ്കിലോ എന്നുള്ള ഭയം. അപ്പോഴെന്തായി, ആ കർമ്മം എന്താണെന്ന് പോലും നമ്മൾ അറിയാത്ത അവസ്ഥയിലേക്ക് എത്തി. കാലശേഷം അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നമ്മുടെ പൂർവികരിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ പുണ്യമായ കർമ്മങ്ങളും നമ്മൾ പഠിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ കാലം വരെ നമ്മളത് ചെയ്യുക, നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്തോട്ടെ, ഇല്ലെങ്കിൽ ചെയ്യണ്ട. അതുകൊണ്ട് നിങ്ങൾക്കൊരു ദോഷവും വരില്ല എന്ന് 100% അങ്ങോട്ട് പറയാം. കാരണം നമ്മുടെ ശ്രേഷ്ഠത ആയിട്ടുള്ളത് തലമുറയായി പകർന്നു കിട്ടിയത് നമ്മൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്, നമ്മുടെ തലമുറയിലേക്കും പകർന്നു കൊടുക്കുക എന്നുള്ളത്. അത് എല്ലാ ശ്രേഷ്ഠമായ കർമ്മവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മാറി ചിന്തിക്കുക. അങ്ങനെ ആരെങ്കിലും വേണ്ട എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറി ചിന്തിക്കണം. നമ്മൾക്കും ആ പൂർവികരായിട്ടുള്ള കിട്ടിയത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാവൂ, ദോഷം എന്തായാലും ഉണ്ടാകില്ല എന്നും കൂടി ഉറപ്പിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.